എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്വാമി വിവേകാനന്ദന്റെ മഹത് വചനങ്ങൾ നോക്കിയാലോ. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളും അതിമാനുഷമായി ഇച്ഛാശക്തിയുമുള്ള യുവതലമുറയാണ് നമുക്കാവശ്യം. രാഷ്ട്രങ്ങളുടെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്കൊരു വസ്തുത കാണാം. അവനവനിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ശക്തിയും മഹത്വവും ലഭിച്ചിട്ടുള്ളൂ എന്ന്. വിധവയുടെ കണ്ണുനീർ തുടയ്ക്കാനും അനാഥന് ആഹാരം കൊടുക്കാനും കഴിയാത്ത മതത്തിലും ഈശ്വരനിലും എനിക്ക് വിശ്വാസമില്ല. ആരെയും വിധിക്കരുത്. കഴിയുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ കൈകൂപ്പി വന്ദിക്കുക. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യനിലെ പൂർണ്ണതയെ വെളിപ്പെടുത്തുകയാണ്. ഗീതയിലേക്ക് മടങ്ങൂ. മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ. അടിമയെപ്പോലെയല്ല ജോലി ചെയ്യേണ്ടത്, യജമാനനെ പോലെയാണ്. അവിരഹിതമായി ജോലി ചെയ്യുക, പക്ഷേ അടിമയുടെ ജോലിയാകരുത്. ചെന്നെത്തുന്നത് എവിടെയെങ്കിലും ആകട്ടെ, സത്യത്തെ തന്നെ പിന്തുടരുക. ഭീരുത്വവും കാപട്യവും ദൂരെ കളയുക. എഴുന്നേൽക്കൂ, പ്രവർത്തിക്കൂ, ലക്ഷ്യം നേടും വരെ യത്നിക്കൂ. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, ഹൃദയശുദ്ധിയാണ്. ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും, മറിച്ചുള്ളവനെ ദുരാത്മാവെന്ന്. സത്യത്തെ 100 രീതിയിൽ അവതരിപ്പിക്കാം, പക്ഷേ അവയോരോന്നും സത്യമായിരിക്കും.